അസാമാന്യ വേഗം പൂണ്ട രക്ഷാപ്രവർത്തനം എന്ന നിലയിലാണ് അവർ വിലയിരുത്തുന്നത്. പക്ഷേ ഇപ്പോഴും 70-80% മാത്രമാണ് റിക്കവറി സാധ്യമായിരിക്കുന്നത്. പലയിടങ്ങളിലും ഇപ്പോൾ അട്ടമല പോലെയുള്ള ഭാഗങ്ങളിൽ ചില നമ്മളെ വിളിച്ച് ആശങ്ക അറിയിക്കുന്നുണ്ട്. ഇന്നും അവർക്ക് അവിടെ തുടരുകയാണെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല എന്നൊരു ഭീതിയുണ്ട്. മലയടിവാരങ്ങളിൽ കഴിയുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെയും മഴ തീവ്രമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വയനാട്ടിൽ നാളെ ഓറഞ്ച് അലേർട്ടിലേക്ക് മാറുന്നു എന്നൊരു പ്രധാനപ്പെട്ട വിവരം കൂടി എത്തുന്നുണ്ട്. നമുക്ക് നമ്മുടെ പ്രതിനിധികളെ കൂടി ഒന്ന് കണക്ട് ചെയ്യണം. നമ്മളുടെ ദീപക് മോഹൻ, സുജയ പാർവതി, ഒപ്പം ടി വി പ്രസാദ്, അല്ലമീൻ, അർജുൻ കല്യാട്, ഒപ്പം തന്നെ VS രഞ്ജിത്ത് എന്നീ തുടങ്ങി നമ്മുടെ എല്ലാ റിപ്പോർട്ടർമാരെയും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. അവർ കണ്ട കാഴ്ചകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണം. ഒപ്പം എന്തൊക്കെ സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, രാത്രിയെ തിരച്ചിലിനുള്ള സാധ്യതകൾ എത്രത്തോളം, കനത്ത മൂടൽമഞ്ഞ്, തണുപ്പ്, ഇതിനെ അവഗണിച്ചുകൊണ്ട് രാത്രിയിലും രക്ഷാപ്രവർത്തനം നടത്തുക സാധ്യമാണോ? പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർക്ക് ഇന്ന് ഉറങ്ങാൻ കഴിയില്ല. സ്വാഭാവികമായും അവർ എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് തെരച്ചിലിന് പോകുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. പക്ഷേ അങ്ങനെ നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടും മണ്ണിടിച്ചിലുണ്ടായാൽ രാത്രിയിൽ നിങ്ങൾക്ക് ആ അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുക സാധ്യമല്ല. നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ജീവന് വേണ്ടി കേഴുന്ന ഏതെങ്കിലും മനുഷ്യർ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് ഒറ്റക്കെട്ടായി തന്നെ നേരിടാം. ഒറ്റയ്ക്ക് പോയി നിങ്ങളൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പോയി നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തരുത് എന്നുകൂടി പ്രേക്ഷകരോട് പറയാനുണ്ട്. ഏറെ പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വിവിധ സന്നദ്ധ സംഘടനകൾ നേരിട്ട് ഈ വയനാട്ടിലേക്കുള്ള സാധന സാമഗ്രികൾ ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സന്നദ്ധ സംഘടനകൾക്കും അഭിവാദ്യങ്ങൾ. തീർച്ചയായും ഇത് കേരളമാണ്. നമ്മൾ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നമ്മളുടെ പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. 98 പേർ ഇപ്പോഴും മിസ്സിംഗ് ആണ്. 124 പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 120 പേരുടെ മരണമാണ് ഇപ്പോൾ ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവരിൽ തിരിച്ചറിയാൻ ഇനി ഏകദേശം 70ഓളം പേരെ ഇനി തിരിച്ചറിയാൻ ബാക്കി നിൽക്കുന്നു. വിവിധ ആശുപത്രികളിൽ ഈ മൃതദേഹങ്ങളെത്തുമ്പോൾ പലതും അംഗഭംഗം സംഭവിച്ച രീതിയിലായിരുന്നു എന്നതും അറിയണം. 7, 8, 9 കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങളും ഇതിനുള്ളിലുണ്ട് എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. അതും അമ്മ രക്ഷപ്പെടുകയും അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് തെറിച്ചു പോവുകയും ചെയ്ത സംഭവമടക്കം നമ്മളെ കരളിൽ തൊടുന്ന, ഒരുപക്ഷെ നമ്മളെ വിറങ്ങലിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. ആ ദൃശ്യങ്ങൾക്കുമെല്ലാം അപ്പുറം ഏറ്റവും ആശ്വാസകരമായ കാര്യം, നമുക്കിന്ന് അസാധ്യമെന്ന് തോന്നിയ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നമുക്കിന്ന് സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ മുണ്ടക്കൈ എന്ന ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തി ഈ സ്ഥലങ്ങളിൽ ഇത്രയും പേരെ ഒഴിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഏറെക്കുറെ 70-80% ആളുകളെയും ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഒഴിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള പാലം തകർന്നതിനു ശേഷവും നമ്മുടെ രക്ഷാപ്രവർത്തകർ, ആർമി, ഒപ്പം തന്നെ NDRFിൻ്റെ സംഘങ്ങൾ, നേവിയിൽ നിന്നെത്തിയിരിക്കുന്ന റിവർ ക്രോസിംഗ് യൂണിറ്റുകൾ, സംസ്ഥാന സർക്കാരിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ, പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർ, സിവിൽ ഡിഫൻസിൻ്റെ പ്രവർത്തകർ, ഇവരെല്ലാവരും ചേർന്നുള്ള കൂട്ടായിട്ടുള്ളൊരു രക്ഷാപ്രവർത്തനത്തിനാണ് അതിവേഗം ഈ മുണ്ടകയിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചത്. അതും വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളിലേക്ക് കാൽനടയായി എത്തി അവിടെയുള്ള മനുഷ്യരെ മുഴുവൻ ചൂരൽമലയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്.